ഇതിനെ ഒരുപാട് പെക്യുലറിറ്റീസ് നോക്കി നോക്കി വാങ്ങിച്ചതാണ്. കണ്ട കണ്ട ആകാശത്ത് കണ്ടോ? ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. യാവോനേ പൊളിച്ചു പൊളിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഉള്ളിൽ നല്ല കനൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല കനലുണ്ട്. അപ്പോൾ ഇത് 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ടെമുവിൽ. ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഒരുവിധ സാധനങ്ങൾ. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്രോക്സിൻ്റെ അപരനാണ്. ഇപ്പം സ്ഥിരം ക്രോക്സിൻ്റെ അപരൻ. ഇപ്പം സ്ഥിരം ക്രോക്സ് ആണ് എടുക്കാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം എന്നോട് പറഞ്ഞതായിരുന്നു ഒറിജിനൽ മേടിച്ച് തരണമെന്ന്. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇത് കണ്ടപ്പോൾ ഇത് മേടിക്കാമെന്ന് വിചാരിച്ച്. സാധാരണ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ പാകമാണ്, സെറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വരുന്നത് എനിക്ക് ഷൂവിൻ്റെ ഉള്ളിൽ വെക്കാൻ മേടിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഫൂട്ട് ലൈനറൊക്കെ പോലെ ഒരു പാഡ് പോലെ. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം, കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് 2 ഉണ്ട്, 2 ഷൂവിനകത്ത് ഒരു പെയറായിട്ട്. അതുപോലത്തെ 3 എണ്ണമാണ് ഒരു കവറിനുള്ളിൽ ഉണ്ടായിരുന്നത്. എനിക്ക് 2 ഷൂസാണ് ഉണ്ടായിരുന്നത്. 2ഉം ക്ലോത്തിൻ്റെ തന്നെയാണ്. സോ അതുകൊണ്ട് ഷൂസിന് കേടൊന്നും വന്നിട്ടില്ല. താഴത്ത് ഭയങ്കര പതിഞ്ഞു പോലെയായി. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ടെമുവിൽ ഓർഡർ ചെയ്തത്. ഭയങ്കര സോഫ്റ്റാണ്. അതിൽ വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര കംഫർട്ടാണ്. ഒരു പഞ്ഞി പോലത്തെ ഒരു എഫക്റ്റാണ്. സംഭവം എന്തായാലും വേർത്തായിരുന്നു. കാരണം ഷൂ അങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നല്ലത് അതിനുള്ളിൽ ആ ഷീറ്റ് മാത്രം മാറ്റി വയ്ക്കണതാണ്. ഷൂവിനൊട്ടും കേടില്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. അടുത്തത് വരുന്നത് ഒരു ലൈറ്റാണ്. ഇത് ഇത്രയും കുഞ്ഞിതാവെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഓണാക്കി നോക്ക്. ഞാൻ കണ്ടപ്പോൾ ഭയങ്കര കുഞ്ഞിതാണ്. അപ്പോൾ ഞാൻ പൊട്ടിക്കാൻ നിന്നില്ല. നോക്കിയിട്ട് ഇതന്നെയാണോ എന്ന് അറിയില്ലല്ലോ. ജോബിച്ചിനാണ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതന്നെ അല്ലെങ്കിൽ പിന്നെ തിരിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്തില്ല. പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് തോന്നിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കമ്പിയുടെ മുകളിലാണ് ഈ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തേക്കണത്. അപ്പം ഇനി കമ്പി ഷോക്ക് അടിക്കില്ലേ തൊട്ടാൽ നിന്നാണ്. ആ ലൈറ്റ് ഓഫ് ചെയ്തേ. ബ്ലൂ ലൈറ്റാണ് അല്ലേ. 50 LED ലൈറ്റ് ഉണ്ടെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഡ്രാഗൺ മാർട്ടിൽ പോയപ്പോൾ ഇതിൻ്റെ തന്നെ 100 LED ലൈറ്റ് ഉള്ളത് നമ്മൾ ഈ ഒരു റേറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് നഷ്ടമായിപ്പോയി. എങ്കിലും ഇത് നമുക്ക് മോഡൊക്കെ മാറ്റിയിടാനൊക്കെ പറ്റും. സോ നമ്മുടെ കാറിൻ്റെ മിനിയേച്ചർ കാറിൻ്റെ ഡൈക്കാസിൻ്റെ ഒക്കെ റാക്കിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വാങ്ങിച്ചതല്ലേ, ഒന്നുമില്ലെങ്കിലും നമുക്ക് ക്രിസ്മസിനെങ്കിലും ഇടാം. അങ്ങനെയെങ്കിലും മുതലാക്കാം. തിരിച്ചു കൊടുക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് പിന്നീട് തീരുമാനിക്കാം. സംഭവം എന്തായാലും നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ലൈറ്റ് ആണെങ്കിലും വെളിച്ചം ഉണ്ടായിരുന്നു. ഒരു കീ ഹോൾഡറാണ് ഇത്. കംപ്ലീറ്റ്ലി മരമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാർട്ടിൽ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ പിന്നിലൊരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ അഴിച്ചിട്ട് ചുമരും ഒട്ടിച്ച് വയ്ക്കും അല്ലേ. അല്ലെങ്കിൽ ഇത് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള സാധനമാവൂ. 4 ഓക്കെ. അപ്പോൾ ഈ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് 4 സൈഡിൽ ഒട്ടിച്ചിട്ട് ഇത് ചുമരുമ്മ വെക്കുക. എന്നിട്ട് ഇവിടെ ഓട്ട തുളച്ചിട്ട് ഇടാനുള്ള കുളത്ത് ഇതിലുണ്ട്. ഓട്ട തുളയ്ക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കണം. തുറന്നു ഇവിടെ 4-5 ഹുക്കായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ചിത്രത്തിൽ. നമ്മുടെ കിട്ടിയവനൊരു കാർ ഭ്രാന്തനായത് കാരണം കാറിൻ്റെ എടുത്തതാണ് കീ ഹോൾഡറായിട്ട്. അപ്പോൾ ഈ ഹുക്ക് അതിൻ്റെ ഉള്ളിൽ പിടിപ്പിക്കുന്നത്. അതാണ് അടുത്തായിട്ടുണ്ടായിരുന്നത്. മൊത്തം നമ്മൾ 9 സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ചെറുതും വലുതുമായിട്ടുള്ളത്. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ ആക്കി വെക്കുന്നുണ്ട്, കാരണം ഇതൊക്കെ വീട്ടിൽ പോയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ വണ്ടിയിൽ തൂക്കിയിടാനുള്ള ഒരു യേശുവിൻ്റെ കുരിശാണ്. ഇതിൽ കാണുമ്പോൾ ഒരു കുരിശിലെ ക്രൂശിതനായിട്ടുള്ളൊരു യേശുവിൻ്റെ മുഖമാണ്. ഇത് മറ്റേ വണ്ടി പോകുമ്പോൾ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ആകാശമൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും. ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ബാക്ക്ഗ്രൗണ്ട് ഏതാണോ ആ ഒരു കളർ കോമ്പോയിലാണ് കാണുക. ഇതാണ് സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സാധനം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ചാർജ് ചെയ്ത് അല്ലെങ്കിൽ USB പിന്നെ വെച്ചിട്ട് കണക്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്.
ഈ ഒരു പോട്ടിലേക്ക് ഈ സാധനം ഇടുമ്പോൾ വെറൈറ്റി ഗ്രഹങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിൽ 6 പീസോ 7 പീസോ അങ്ങോട്ട് ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം ചന്ദ്രനാണെങ്കിൽ ഒരെണ്ണം ഭൂമി, ഒരെണ്ണം ചൊവ്വ, അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഈ പിന്നെ കണക്ട് ചെയ്യാം. ഇത് നമ്മൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈറ്റ് ഓഫ് ചെയ്യേ. കണ്ട ആകാശത്ത് കണ്ടോ? ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ എക്സ്റ്റൻഷൻ പോലത്തെ സാധനം ഉണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ചുമരിൻ്റെ മുകളിലേക്കാണ് പോയിന്റ് ചെയ്തേക്കണേ, അങ്ങോട്ട് മാറ്റിയിട്ടാക്കാം. പക്ഷെ അറ്റ് എ ടൈം ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അടുത്ത പീസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു 6 പീസ് വരുന്നുണ്ട്. മാറ്റി ട്രൈ ചെയ്യാം. നമ്മൾ പ്രൊജക്ടറിലൊക്കെ ഇട്ട് റൂമിനകത്ത് സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഒരു ആകാശമൊക്കെ ആയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ അടിപൊളി ആംബിയൻസ് ആയിരിക്കും. ഒരു ചെറിയ ബെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പീസ്ഫുൾ മൊമെൻറ്റ്സ് നമുക്ക് ഉണ്ടാവുമെന്ന് വെക്കാം. അപ്പോൾ അതൊന്ന് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ്. സംഭവം സെറ്റാണ്. പ്രൊജക്ടർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അതിൻ്റെ അടുത്ത ഐറ്റം. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളുണ്ട്. നമുക്ക് ഏതാണ് ഇഷ്ടമായത് അതിടാം. പക്ഷെ ഇതിനേക്കാളും എനിക്ക് ആദ്യത്തെ ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമുക്കുള്ളത്. 3 6 എണ്ണം, പിന്നെ 6 എണ്ണം മാറ്റി ഇടാനുള്ള ഒരു ഹോൾഡർ പോലത്തെ സാധനം, കണക്ട് ചെയ്യാനുള്ള സ്പേസ്. അപ്പോൾ ഇതെന്തായാലും വർത്തായിരുന്നു. അടിപൊളിയായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു പോർട്ടബിൾ സീലിംഗ് മെഷീൻ. ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനും. ഇതിനകത്ത് ഇതാണ് ഞെക്കുന്നതെങ്കിൽ അതിനകത്തൊരു ബ്ലേഡാണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും വല്ല പാക്കറ്റ്സൊക്കെ. അതേസമയം ചാർജ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗം, ലൈസിൻ്റെ പാക്കറ്റും ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് സീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സീൽ ചെയ്യാണ്. അവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കണം. സീലായിട്ടുണ്ടോ നോക്കാം. യെസ് ഗൈസ്, സീലിംഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ കട്ടിങ് തീരെ ശരിയാണില്ല. ഇതാണ് നമ്മുടെ ഐറ്റം. അടുത്ത ഐറ്റം ഇത് പലരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഡ്രാഗൺ മാർട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നല്ല വല്ല ഫർണിച്ചർ ഷോറൂമിലൊക്കെ പോകുമ്പോൾ ഹോം ഡെക്കറായിട്ട് വെച്ച് കണ്ടിട്ടുണ്ടാവും. നമുക്ക് ലൈറ്റ് കത്തും ഗൈസ്, കാണിച്ചു തരാം. പക്ഷെ ഇത് ഭയങ്കര ചെറുതാട്ടോ. ഞാൻ ഡ്രാഗൺ മാർട്ടിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് 150 ദഹത്തിൻ്റെയാണ്. ഇതിൻ്റെ ഇരട്ടി വലിപ്പം ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഒരു പകുതി ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഒരു മഴയുടെ സൗണ്ടും അല്ലെങ്കിൽ ഒരു തീ കത്തണ സൗണ്ടും അതുപോലെ തന്നെ ലിക്വിഡൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല മണവും സെൻറ്റ് പോലെയും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഡിഫ്യൂസറാണ്. നമുക്ക് നോക്കാം. ഇങ്ങോട്ട് തിരിക്കി, ഒന്നും കാണാനില്ല. ഇതാണ് ഐറ്റം. ഇങ്ങനെയൊക്കെ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് ഓണാക്കി കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീ കത്തണത് കാണാം. ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് സാധനങ്ങളൊക്കെ കണക്ട് ചെയ്ത് കുറച്ച് മണമുള്ള എന്തെങ്കിലും ലിക്വിഡോ അല്ലെങ്കിൽ ഒരു അത്തറോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ആവി വരുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്ക് അതിൻ്റെ സെറ്റിങ് നോക്കാം. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊരു ബ്രോഷറുണ്ട്. പിന്നെ എന്തോ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ദൈവത്തിനറിയാം. ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ടൈം 3 ആയ കാരണം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, ടൈം 3 അല്ല, ഏതൊരു ആപ്പാണെങ്കിലും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയാൽ തന്നെയാണ് എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് അറിയാൻ പറ്റുള്ളൂ. മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ മൂടി. അത് നമ്മളൊന്ന് മൂടി വയ്ക്കാം. ഇതാട്ടോ അതിൻ്റെ കൂടെ ഒരു റിമോട്ട് ഉണ്ട്. ഇത് മറ്റേ ഡിഫ്യൂസറാണ്. മറ്റേ ഇവിടെ നിന്ന് പുക വരുന്ന സാധനം എന്ന് പറഞ്ഞില്ലേ, അതായിരിക്കണം. ഇത് ലൈറ്റ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനായിരിക്കും. നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. രാത്രി റൂമിലൊക്കെ വയ്ക്കുമ്പോൾ ആ 1 മണിക്കൂറോ അരമണിക്കൂറൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യില്ല. ഇത് ഓൺ ഓഫും. അപ്പോൾ ഇതെങ്ങനെ വർക്കിംഗ് നമുക്ക് നോക്കി വെക്കാം. കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ എത്തുന്ന രീതിക്ക് മാറ്റി വയ്ക്കാനൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ ബാറ്ററി അധികം കേടുവരാതിരിക്കാൻ വേണ്ടി അവർ ഷീറ്റും വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ളത് എന്തായാലും കെമിക്കലായിരിക്കുമല്ലോ. അപ്പോൾ അത് കുട്ടികളുടെ കയ്യിൽ പെടാതിരിക്കാനും താഴെ വീണ് പൊട്ടുകയാണെങ്കിൽ അതെടുത്ത് കഴിക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അതിൽ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പൊളിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഉള്ളിൽ നല്ല കനൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല കനലുണ്ട്. ഇതിനകത്ത് പുക ഉണ്ട്.
ലൈറ്റ് മാറുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം കേട്ടോ. ഇതേ കളർ മാറി മാറി വരുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ്. കുറച്ച് നേരം വെച്ചപ്പോഴേക്കും കനൽ മുഴുവൻ നല്ല ഗോൾഡൻ കളറായി തുടങ്ങി, നല്ല ചുവപ്പ് കളറായി തുടങ്ങി. സംഭവം എന്തായാലും കൊള്ളാം. പൈസക്കുള്ള മുതലുണ്ട്. ഒരു ബെഡ്റൂം പീസായിട്ട് വെക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ടി വിയുടെ അവിടെയൊക്കെ ആയിട്ട് വെച്ച അടിപൊളിയാണ്. ലൈറ്റ് ഇല്ലാതെയും വേണമെങ്കിൽ വെക്കാം, ലൈറ്റ് ഇട്ടിട്ടും വേണമെങ്കിൽ വെക്കാം. ഇതിനകത്ത് മറ്റേ അത്രയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലസൻറ്റ് സ്മെല്ലും കൂടി ഉണ്ടാകും റൂമിൽ. ഒരു ക്യാമ്പ് ഫയർ തീം. TNT ലൈറ്റ് മാറുന്നുണ്ട്. ഓക്കെ, ഒരു ക്യാമ്പ് ഫയറിൻ്റെ മൂഡാണ് വരുന്നത്. ഇതിപ്പോൾ ഉള്ളിൽ കത്തണില്ല, ഡിഫ്യൂസർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പലവിധ സെറ്റിങ്സ് ഉണ്ട്. കൂടുതൽ പഠിച്ചിട്ട് പിന്നീട് കൂടുതൽ കാണിക്കാം. ബ്ലൂ കളർ ലൈറ്റും കൊള്ളാം. ഇതിൻ്റെ വലുതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ. കൂടെ ഒരു പായ പോലെ അത്രയും വലിയൊരു ബ്രോഷർ ഉണ്ട്. ടൈമുള്ളവരൊക്കെ വാങ്ങിച്ചിട്ട് എടുത്ത് വായിച്ച് നോക്കിക്കോളൂട്ടാ. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മളേറെ കാലമായി കാത്തിരിക്കുന്ന സാധനമായിരുന്നു. അതങ്ങനെയല്ല, ഇങ്ങനെ അങ്ങനെയാണ്. നമ്മളേറെ കാലമായിട്ട് കാത്തിരിക്കുന്നതാണ്. നമ്മളിവിടെ ഉള്ളപ്പോഴും ഞാൻ അവിടെ ഉള്ളപ്പോഴും, ഞാൻ ബാംഗ്ലൂരും ജോബിച്ചൻ ദുബായിലും ഉള്ളപ്പോഴൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതാണ് വീട്ടിലൊരു CCTV വെക്കണമെന്ന്. പക്ഷെ ഇതിപ്പോൾ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് വെച്ചിട്ട് കാര്യമില്ല. അത് വേറെ കാര്യം. കള്ളനെ പിടിക്കാൻ വന്നിട്ട് കള്ളൻ ഈ വീഡിയോ കണ്ടിട്ട് CCTV കണ്ട കാരണം വരില്ല എന്ന് തോന്നുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒരു CCTV വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതും കുറേ അന്വേഷിച്ച് നടന്നതാണ്. ഇതിനെ ഒരുപാട് പെക്യുലറിറ്റീസ് നോക്കി നോക്കി വാങ്ങിച്ചതാണ്. 360 ഡിഗ്രി തിരിയും, 2 ക്യാമറ ഉണ്ട്. നമുക്ക് അത് വേണോ ഇത് വേണോ ഏതാണ് വേണ്ടത് അതിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കാം. പിന്നെ വൈഫൈ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. എവിടെയാണോ വെക്കണത് അവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇൻസ്റ്റാളേഷൻ നമുക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്ലഗ് പോയിന്റിൽ കുത്തി വയ്ക്കുക, ഓണാക്കുക, വൈഫൈ വെച്ച് കണക്ട് ചെയ്യുക, നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യുക. ഫോണിൽ നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും കാണാം. എത്ര പേരുമായിട്ട് വേണമെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്യുകയും ചെയ്യാം. തന്നെ തിരിയില്ല, നമ്മൾ തിരിപ്പിച്ച് വയ്ക്കും. തന്നെ തിരിയും. ഓക്കെ, ഇത് ഓണായപ്പോൾ 360 ഡിഗ്രി തനിയെ തിരിയുന്നുണ്ട്. മുകളിലത്തെ ക്യാമറ അതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ. അപ്പം ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. സെൻസറാണ്. ആൾക്കാർ എവിടെയാണുള്ളത് അവർ നടക്കുന്നതിനനുസരിച്ച് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ശരിക്കും ഫിറ്റ് ചെയ്താലാണ് ബാക്കി ഡീറ്റെയിൽസ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പം അത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. 9 ഐറ്റം. അതിലിപ്പോൾ ആ ഒരു സീരിയൽ ലൈറ്റും അതുപോലെ തന്നെ ആ യേശുവിൻ്റെ ക്രൂഷ്യലത്തെ സാധനം അത്ര ക്ലിയർ അല്ല. സോ മേ ബി അത് രണ്ടും റിട്ടേൺ ചെയ്തേക്കാം, ചിലപ്പോൾ ചെയ്യില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേ ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ, ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടിയുടെ ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ അതന്ന് ഷൂട്ട് ചെയ്തില്ല. പക്ഷേ ഞാനടക്കം ടൈം ഡൗൺലോഡ് ചെയ്തിട്ട് കുറേ വട്ടം വിചാരിച്ചിട്ടുണ്ടായിരുന്നു തട്ടിപ്പാണ് വെട്ടിപ്പാണ്. അവർ പറയുന്ന ഓഫേഴ്സും കാര്യങ്ങളൊന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാശ് കൊടുത്ത് മേടിച്ചതാണ്. പക്ഷെ എന്നിട്ടും കുറേ പേർക്ക് തെറ്റിയ ഐറ്റംസ് വരികയാണ്. അതല്ലെങ്കിൽ ചെറിയ ഐറ്റംസ് ആണ്. ഓർഡർ ചെയ്തത് വേറെ, ഫോട്ടോ കാണിച്ചത് വേറെ, കിട്ടിയത് വേറെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം വർക്കിംഗ് കണ്ടീഷനിലും ആണ്. പക്ഷെ ക്വാളിറ്റി എത്ര ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് വർക്ക് ചെയ്യുമെന്നോ നമുക്കറിയില്ല. നമ്മളിതൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത് നാട്ടിൽ പോയിട്ടാണ്. സോ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഇവിടെയാണുള്ളത്. നാട്ടിൽ പോയി കേടുവന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല. ഒക്കെ യൂസ് ചെയ്തിട്ട് പതിയെ പറയാം. നാട്ടിൽ പോയിട്ട് യൂസ് ചെയ്തതിന് ശേഷം പതിയെ പറയാം. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ ടെമു ഹോള്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.